അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരുപക്ഷെ ഇത്ര സന്തോഷത്തോടു കൂടി ഞാൻ ഇതുവരെ ചെയ്ത ക്ലിപ്പുകളിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും സന്തോഷത്തോടെ മനസ്സംതൃപ്തിയോടു കൂടിയാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രായത്തിനിടയിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ വളരെ സന്തോഷം തോന്നിയ, തൃപ്തി തോന്നിയ ഒരു പരിപാടിയിൽ 2 ദിവസം മുമ്പ് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഇതിൽ പങ്കെടുത്തപ്പോൾ കാര്യമായിട്ട് ഉണ്ടായ സന്തോഷം, ഞാനും ഒരു മുൻ പ്രവാസി ആയതുകൊണ്ട് അവിടെ നടന്ന സംഗതി എന്ന് വെച്ചാൽ മുൻ പ്രവാസികളെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ്. ഏതാണ്ട് 10-30-ൽ കൂടുതൽ പ്രവാസികളെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും പ്രായമുള്ളവരെ, അതായത് പ്രവാസി ജീവിതം അവസാനിപ്പിച്ചവരെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പലരെയും ഈ സ്റ്റേജിലേക്ക് കയറി വരാൻ വേണ്ടി അവിടെ നിന്ന് 1-2 യുവാക്കൾ കൈപിടിച്ചാണ് അവരെ കയറ്റുന്നത്. കാരണം കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. അതേപോലെ തന്നെ ചിലരൊക്കെ ഇഞ്ചക്ഷൻ്റെ സൂചി അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, അവിടെ കയറി വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസന്നത, ആ ഒരു സന്തോഷം, ഒരു ചിരിയുണ്ടല്ലോ, വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ജീവിതം തന്നെ സ്വന്തം നാട്ടിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിതം തന്നെ സമർപ്പിച്ച അവരെ എന്ത് ചെയ്യുന്നു, ആദരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വിഷയം തന്നെ, അവിടെ ഞാൻ സംസാരിച്ച വിഷയം തന്നെ പ്രവാസികൾ ആദരിക്കപ്പെടേണ്ടവരെന്നാണ്. ഞാനവിടെ പറഞ്ഞു, ആദരിക്കപ്പെടേണ്ടവരെന്ന് കൊടുത്താൽ പോരാ, ആദരിക്കാതെ നിർവാഹം ഇല്ലാത്തവർ എന്ന് വേണം കൊടുക്കാൻ എന്ന് പൊന്മേരിപ്പറമ്പിൽ കനിവ് പ്രവാസി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു നല്ല കുറച്ച് യുവാക്കളും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരു സംഘമാണ് നടത്തുന്നത്. ആദ്യമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു ആദരവാണിത്. ആദരവെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേൾക്കുമ്പോൾ ആദരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു എന്ത് ആദരവ് എന്ന് തോന്നും. കാരണം പല ആദരവുകളും, ഈ ആദരവ് നൽകുന്ന കമ്മിറ്റിയും അതേപോലെ തന്നെ അത് ഏറ്റുവാങ്ങുന്ന ആളും അല്ലാതെ മറ്റുള്ളവർക്കൊന്നും അറിയില്ല ഇയാൾ എന്തിനാ ആദരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ പ്രവാസികൾ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും അവർ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. എന്ന് വെച്ചാൽ ഇവർ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലകൾ ഓരോന്നെണ്ണി പറയാ. അപ്പൊ എനിക്ക് തോന്നി ഇയാൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ സഹായിച്ചവരാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. എന്തിനാ ഇത്ര ചെയ്യുന്നത്? അത്രയും അവർ കയറി ചെല്ലാത്ത, അവരുടെ ശ്രദ്ധ പതിക്കാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ആദരവ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ശരിക്കും പ്രശംസിക്കപ്പെടേണ്ട സംഗതി തന്നെയാണെന്നും ഇത് മറ്റുള്ള എല്ലാ സ്ഥലത്തും മാതൃകയാക്കപ്പെടേണ്ടതും ആണ് എന്നാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും ഞാൻ സംസാരിക്കും. കാരണം ഞാനും ഒരു പ്രവാസിയാണ്. ഞാനവിടെ പറഞ്ഞു, 16-ാമത്തെ വയസ്സിൽ മൈനർ പാസ്പോർട്ടിൽ പോയിട്ട് 61-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്ന 45 വർഷത്തെ പ്രവാസിയാണ് ഞാൻ. ആദരിക്കും, എന്നെയാണ് ആദ്യം ആദരിക്കേണ്ടത് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആദരിക്കപ്പെടാതെ നിർവാഹമില്ലാത്തവരാണ് പ്രവാസികൾ. അതുകൊണ്ട് എല്ലാവരും മാതൃകയാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.